ഹലോ ഗൈസ്, ഐ എം മാളവിക, സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ് അറ്റ് GMC കണ്ണൂർ. സോ ഈ വീഡിയോയിൽ ഞാൻ മെയിൻലി പറയാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ഇയർ എങ്ങനെയായിരുന്നു എന്നാണ്. എൻ്റെ ഫസ്റ്റ് ഇയറിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയായിരുന്നു ആൻഡ് ഹൗ വെൽ ഇറ്റ് വെൻറ്റ് എന്നുള്ളതാണ്. സോ മെയിൻലി ഫസ്റ്റ് ഇയറിലേക്ക് നമ്മൾ കയറുമ്പം നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. ലൈക്ക് ക്ലാസ്സസ് എങ്ങനെയായിരിക്കും, ഓർ എന്തൊക്കെയാണ് നമ്മുടെ സബ്ജക്ട്സ്. മെയിൻലി നമുക്ക് 3 സബ്ജക്ട്സ് ആണുള്ളത്: അനാറ്റമി, ഫിസിയോളജി ആൻഡ് ബയോകെം. ഈ 3 സബ്ജക്ട്സ് ഒക്കെ എങ്ങനെയാണ്. ഓൾസോ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. നമുക്ക് ഡിസെക്ഷൻ ഹാളിൽ കയറാൻ പറ്റും. ഡിസെക്ഷൻ നമുക്ക് കഡാവേഴ്സിന് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഈ നീറ്റിൻ്റെ സമയത്തൊക്കെ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് സീരീസസ് ഒക്കെ കാണും. അപ്പോൾ ആ ഒരു ഐഡിയയിൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പിന്നെ നമ്മൾ വൈറ്റ് കോട്ട് സെറമണി വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടായിരിക്കും നമ്മൾ കോളേജിൽ പോകുന്നത്. സോ കോളേജിൽ പോകുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്നത് 2 വീക്സ്. ഞങ്ങൾക്ക് 2 വീക്സ് ഓഫ് ഫൗണ്ടേഷൻ ആയിരുന്നു. സോ 2 വീക്സ് ഓഫ് ഫൗണ്ടേഷനിൽ നമുക്ക് ഭയങ്കര സുഖമാണ്. ജസ്റ്റ് നമുക്ക് 9 ഒക്കെ ആകുമ്പോഴേക്കും ക്ലാസ്സിൽ പോയിരിക്കുക. അവിടെ നമുക്ക് ഓരോരുത്തരും നമുക്ക് ക്ലാസ്സസ് എടുക്കുന്നു. ഫൗണ്ടേഷൻ 2 വീക്സ് പോണതേ നമ്മളറിയില്ല. ആഫ്റ്റർ ദ 2 വീക്സ് പിന്നെ അങ്ങോട്ടേക്കൊരു ഓട്ടമാണ് എല്ലാവരും. അതായത് പിന്നെ സബ്ജക്ട്സ് എടുക്കാൻ തുടങ്ങും. പിന്നെ സമയം പോണതേ നമ്മൾ അറിയാൻ പോകുന്നില്ല. കാരണം അതുവരെ 2 വീക്സ് മൊത്തം ചില്ലാണ് എല്ലാവരും. ബട്ട് ആഫ്റ്റർ ദ 2 വീക്സ് പിന്നെ അനാറ്റമി, ഫിസിയോളജി, ബയോകെം ഓരോന്ന് ഇങ്ങനെ ചാപ്റ്റേഴ്സ് വരാൻ തുടങ്ങും. ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഫൗണ്ടേഷനൊക്കെ എനിക്ക് നോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഫൗണ്ടേഷൻ ഞാൻ അവർ ഓരോ ക്ലാസ്സിലും എടുക്കുന്നതൊക്കെ ഞാൻ ഫൗണ്ടേഷൻ നോട്ട്സ് ഒക്കെ എനിക്ക് എഴുതുമായിരുന്നു. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഒക്കെ എഴുതി. ഇങ്ങനെ അവർ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ വന്ന് ക്ലാസ് ഒക്കെ എടുക്കുമ്പം അത് മോസ്റ്റ്ലി നമുക്ക് ഈ പ്രസൻറ്റേഷൻസ് ആയിരിക്കുമല്ലോ. മോസ്റ്റ്ലി അല്ല, എല്ലാം പ്രസൻറ്റേഷൻസ് ആയിരിക്കും. അപ്പോൾ അവരിങ്ങനെ സ്ലൈഡിൽ ഇങ്ങനെ ഒരു 10 പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഹെഡിങ് ഒക്കെ എഴുതി ആ 10 പോയിന്റിൽ 2 പോയിന്റ് എത്തുമ്പോഴേക്കും അവർ ആ സ്ലൈഡ് മാറ്റും, അടുത്ത സ്ലൈഡ് എത്തും. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് സ്പേസ് വിട്ടുവെക്കും. സ്പീഡിൽ എഴുതിയാലും അത്രയ്ക്കേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ആ സ്ലൈഡ് നോക്കി നമുക്ക് ഒന്നും ചെയ്യാൻ ഒന്നും നമുക്ക് എഴുതി തീർക്കാൻ പറ്റാത്ത പോലെ ആവും. അത്രയ്ക്കും നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റില്ല ആ ഒരു സ്പീഡായിട്ട്. അപ്പോൾ പിന്നെ ആരും ഓക്കെ, നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ആൻഡ് ഓൾസോ പഠിക്കുന്നതാണെങ്കിൽ പോലും ഈവൻ അപ്പോൾ അവരൊരു 1 hour ക്ലാസ്സിൽ ഒരു ടോപ്പിക് എടുത്ത് പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു വലിയൊരു ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക് ആയിരിക്കും അതെന്നായിരിക്കും വിചാരിക്കുക. പക്ഷെ പിന്നെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും യൂണിറ്റിലുള്ള ഒരു മെയിൻ സംഭവമായിരിക്കും. ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പം ഒരുപാട് പേജും ഒരുപാട് സംഭവം ഉണ്ടാവും. പക്ഷെ ക്ലാസ് ഒരു 1 hour ഒക്കെ ഉണ്ടാവും. സോ നമുക്ക് മനസ്സിലാവും നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന നീറ്റിൻ്റെ ടൈമിലുണ്ടായിരുന്ന നമുക്ക് എടുത്തിരുന്ന ക്ലാസ്സസും ഓർ സ്കൂളിൽ എടുത്തിരുന്ന ക്ലാസ്സസും നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ ക്ലാസ്. ആൻഡ് ദേ ആർ നോട്ട് ഗോൺ സ്പൂൺ ഫീഡ് യു. നമ്മൾ ഇനീഷ്യലി നമ്മൾ ഫൗണ്ടേഷൻ ടൈമിൽ തന്നെ അവരിങ്ങനെ ഈ ടെക്സ്റ്റ് ബുക്സ് ഒക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മേ ബി അവർ പ്രിഫർ ചെയ്യുന്ന ബുക്ക് ആയിരിക്കണമെന്നില്ല നമ്മൾ വാങ്ങുന്നത്. ചില സമയത്ത് നമ്മളത്തെ സീനിയേഴ്സ് പറയും ഇതിനേക്കാൾ നല്ലത് ഈ ബുക്കാണ്, ഈ ബുക്സ് ഒക്കെ റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. അനാറ്റമി, ഫിസിയോളജി ആൻഡ് ബയോ. അത് അനാറ്റമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനാറ്റമി നമുക്ക് നോട്ട്സ് തരുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അനാറ്റമിക്കാണ് നോട്ട്സ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് യോഗേഷാണ്. അപ്പം ക്ലാസ്സിൽ പക്ഷേ അങ്ങനെ നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നില്ല. എപ്പോഴും നമുക്ക് ഡയഗ്രാംസിന് വേണ്ടി റെഫർ ചെയ്യാൻ പറയുന്നത് വിശ്രാം സിംഗ് ആയിരുന്നു. ഞാൻ ടെക്സ്റ്റ് ബുക്സിനെ കുറിച്ചൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ്, അപ്പോൾ അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഇപ്പം ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് യോഗേഷ് ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ യൂസ് ചെയ്തത്. യോഗേഷിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ പോയിന്റ് വൈസ് ആണ്. അപ്പോൾ എനിക്ക് ആ ടെക്സ്റ്റ് ബുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഡയഗ്രാംസ് അത്രയ്ക്ക് യൂസ്ഫുൾ ആയിരുന്നില്ല. അനാറ്റമി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഡയഗ്രാംസ് ആണ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി നമുക്ക് വിശ്രാം സിംഗത്തെ PDF ഉണ്ടായിരുന്നു വേണ്ടിയിട്ട്. സോ ഞാൻ ഡയഗ്രാംസ് അതിൽ നിന്ന് നോക്കും, ബാക്കി പഠിക്കാനുള്ളത് മൊത്തം യോഗേഷ് നോക്കും. അപ്പോൾ ഞാൻ അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുന്ന ആയിരുന്നു. ഇപ്പോഴും അധികം നോട്ട്സ് ഉണ്ടാക്കാറില്ല. പക്ഷെ എന്നാൽ ഇപ്പോൾ പിന്നെയും ഞാൻ നോട്ട്സ് ഉണ്ടാക്കാം. പക്ഷേ അനാറ്റമിക്കൊന്നും ഞാൻ നോട്ട്സേ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വിശ്രാം സിംഗ് എടുക്കും, ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കും. എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തന്നെയായിരുന്നു എൻ്റെ നോട്ടും. ടെക്സ്റ്റ് ബുക്കിലുള്ള ഓൾമോസ്റ്റ് അനാറ്റമി ആകുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ വായിക്കുന്നതാണ് നല്ലത്, പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. അനാറ്റമി നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് എന്താണ്, കാരണം അറ്റ്ലീസ്റ്റ് ഒരു സാധനം അറിയില്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വരച്ചെങ്കിലും വെക്കാമെന്ന് വെച്ചാൽ ടോപ്പിക്ക് നോക്കിയിട്ടെങ്കിലും പോകും. സോ അനാറ്റമി ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡിസെക്ഷൻ. അപ്പോൾ നമുക്ക് ഡിസെക്ഷൻ ഏത് ടോപ്പിക്കാണോ എടുക്കാൻ പോകുന്നത് ഏകദേശം അത് തന്നെയായിരിക്കും നമുക്ക് തിയറിക്ക് അതിന് തൊട്ട് മുന്നേ എടുക്കുന്നത്. അപ്പോൾ തിയറി ശ്രദ്ധിച്ചാൽ നമുക്ക് ഡിസെക്ഷൻ വന്നാൽ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ആ ഒരു ഓർഡർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനത്തെ ആ ഒരു ഓർഡർ നമ്മൾ കോളേജിൽ നിന്ന് അവർ അങ്ങനത്തെ ഒരു ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് ഭയങ്കര യൂസ്ഫുള്ളും ആണ്. സോ ആ ഒരു രീതിയായിരുന്നു അനാറ്റമി നമുക്ക് പഠിപ്പിച്ചുകൊണ്ട്. ആൻഡ് ഹിസ്റ്റോളജി ആണെങ്കിലും ഹിസ്റ്റോളജി എപ്പോഴും അതേപോലെ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 4 ബാച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ABCD എന്ന് പറഞ്ഞ് 4 ബാച്ച് ഉണ്ടാവും. അപ്പോൾ അതിൽ ബാച്ചസ് ആയിട്ട് വരുന്ന സമയത്ത് ഒരാഴ്ചയിൽ ഇപ്പം നമുക്ക് ഹിസ്റ്റോളജി ലാബ് ഒരു ബാച്ചിന് കിട്ടുമ്പം മേ ബി നമുക്ക് ചിലപ്പം കിട്ടുമ്പം ചില സമയത്ത് ഹിസ്റ്റോളജി അതിൻ്റെ കൂടെ അലൈൻഡ് ആയിരിക്കും, എടുക്കുന്ന ടോപ്പിക്കും പോലെ തന്നെ ആയിരിക്കും. ബട്ട് ചില സമയത്ത് അങ്ങനെ ആവണമെന്നില്ല. ബാക്കി തിയറി ക്ലാസ്സസ് എപ്പോഴും അവർ അങ്ങനെ ആക്കാൻ ശ്രമിക്കാറുണ്ട്. ആൻഡ് അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ. പിന്നെ ഡിസെക്ഷൻ ഹാളിൽ തന്നെ മാക്സിമം നമ്മൾ പഠിക്കാൻ നോക്കാറുണ്ട്. കാരണം
ഡിസെക്ഷൻ ഹാളിൽ നിന്നിട്ട് മനസ്സിലാക്കുന്ന അത്രയും നമുക്ക് അനാട്ടമി വേറെ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റൂല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിപ്പോൾ ഒരു നെർവ്, ഒരു അൾനാർ നെർവോ അല്ലെങ്കിൽ റേഡിയൽ നെർവോ അത് കറക്റ്റ് അപ്പർ ലിമിൽ നമുക്ക് അതിന്റെ ഫുൾ സപ്ലൈ അത് ഏതൊക്കെ മസിൽസിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്, അതെങ്ങനെ അതിന്റെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പം നമുക്കൊരു ഐഡിയ കിട്ടിയെങ്കിലും അത് ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു കെഡാവറിന്റെ ആ ഒരു അപ്പർ ലിമിലേക്ക് ആ ഒരു കൈ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ നെർവ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അനാറ്റമീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനാറ്റമി എന്ന് പറയുമ്പോൾ ഗ്രോസ് മാത്രമല്ല ഉള്ളത്, ഹിസ്റ്റോളജി ഉണ്ട്, എംബ്രിയോളജി ഉണ്ട്. എംബ്രിയോളജി ഒക്കെ വെറും പ്യുവർ ബൈ ഹാർട്ടാണ്. എംബ്രിയോളജി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പഠിക്കാൻ. കാരണം എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ബൈ ഹാർട്ടാക്കി പഠിക്കുക എന്നുള്ളത്. തലയിൽ നിൽക്കില്ല പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഹാർട്ടാക്കി പഠിക്കുന്ന സബ്ജക്റ്റ് എപ്പോഴും പണിയാണ്, എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. സോ എംബ്രിയോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഞാൻ ഇമ്പോർട്ടൻസ് ഒരിക്കലും എംബ്രിയോളജിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഏറ്റവും കൂടുതൽ വന്നത് എംബ്രിയോളജി എന്നായിരുന്നു. അത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എംബ്രിയോളജിയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നുള്ളത്. അതായത് കുറേ സബ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം ഫസ്റ്റ് വയസ്സിൽ തന്നെ നമുക്ക് ചോദിച്ചത് എസ്സേക്ക് ടങ് ആയിരുന്നു. അപ്പം ടങ് എന്ന് പറയുന്നത് നോർമലി ടങ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. കാരണം പക്ഷെ അത് എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ല. ഇഷ്ടംപോലെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട്. അപ്പം ടങ് എന്ന് പറഞ്ഞാൽ ചോദിക്കൂലേ, അത് വലിയ ടങ് ഒന്നും ചോദിക്കണ്ടാവില്ല. കാരണം ടങ് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളടുത്ത് മാം പറഞ്ഞിരുന്നു ടങ് ലാസ്റ്റ് ഇയർ ചോദിച്ചതാണ്. അപ്പം അതുകൊണ്ട് ടങ് ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ലാസ്റ്റ് ഇയർ ഒക്കെ ടങ് ചോദിച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ടങ് എന്തായാലും ഓൾറെഡി ചോദിച്ച ടോപ്പിക് ആണല്ലോ, അപ്പം പിന്നെ അത് പിന്നെ അവർ നെക്സ്റ്റ് ഇയറും അത് തന്നെ ചോദിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ പഠിച്ചെങ്കിലും അത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തില്ല. പക്ഷെ ടങ് ചോദിച്ചു എക്സാമിന്. പക്ഷെ ടങ്ങിന് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ ടങ്ങിൻ്റെ ഒറിജിനും ടങ്ങിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ അതിൽ തന്നെ എംബ്രിയോളജിയും കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു ആ ക്വസ്റ്റ്യനിൽ. ഈവൻ ഹിസ്റ്റോളജിയും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരുപാട് ഗ്രോസ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര മിക്സ്ഡ് അപ്പ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇയർ പേപ്പറിൽ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ എംബ്രിയോളജിയും ഹിസ്റ്റോളജിയും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. അപ്പം എംബ്രിയോളജി നമ്മൾ വിടാതെ ഇരിക്കണം, ലൈക്ക് വിടരുത് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൻ്റെ ടൈമിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ വരാം. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഫിസിയോളജി. ഫിസിയോളജിക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ മെയിൻലി വേണ്ടത് ടെക്സ്റ്റ് ബുക്ക് അത്യാവശ്യം നന്നായിട്ട് വായിക്കുക. ടോപ്പിക്സും സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്, വലിയ 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പക്ഷെ എന്നാലും വായിച്ചു പോകുമ്പോൾ നമുക്ക് പിന്നെയും മനസ്സിലാക്കി, നമുക്കിപ്പോൾ ഒരു 2-3 തവണ വായിച്ച് സംഭവം മനസ്സിലാക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റും. മെക്കാനിസം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ഫിസിയോളജിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നുള്ളതാണ്. കാരണം ഫിസിയോളജിക്ക് നമുക്ക് ഇഷ്ടംപോലെ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. അപ്പം ഇന്ത്യൻ ടെക്സ്റ്റ് ബുക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് GK പാലുണ്ട്, AK ജെയിൻ ഉണ്ട്, ഇന്ദു ഖുറാന ഉണ്ട്, വേറെയും കുറേ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. ഗീത എന്ന് പറഞ്ഞ വേറെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. GK പാൽ എനിക്ക് അത്രയും ഒരു സുഖമുള്ള ടെക്സ്റ്റ് ബുക്കായിട്ട് തോന്നിയില്ല. അപ്പോൾ GK പാൽ വിട്ട് ഞാൻ അടുത്ത AK ജെയിൻ വാങ്ങി. AK ജെയിൻ ഞാൻ അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. AK ജെയിൻ അത്രയും സുഖമായിട്ട് തോന്നിയില്ല. GK പാലായിരുന്നു ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ PDFs നോക്കാൻ തുടങ്ങി. PDFs നോക്കിയപ്പം ഇന്ദു ഖുറാനയുടെ PDF ഭയങ്കര നന്നായിട്ട് തോന്നി. മാത്രമല്ല എൻ്റെ റൂംമേറ്റും ഇന്ദു ഖുറാന ടെക്സ്റ്റ് ബുക്ക് വാങ്ങി. അപ്പം ഞാൻ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ദു ഖുറാന മതിയായിരുന്നു, GK പാലും വേണ്ടായിരുന്നു. പക്ഷേ GK പാൽ കംപ്ലീറ്റ്ലി വേണ്ടെന്ന് പറയില്ല. കാരണം GK പാൽ ചില ടോപ്പിക്സ് ഒക്കെ ഞാൻ GK പാൽ തന്നെയാണ് നോക്കിയത്. ഫ്ലോ ചാർട്സും ചില കാര്യങ്ങളൊക്കെ GK പാലാണ് നോക്കിയത്. GK പാലാണ് ഇന്ദു ഖുറാന മിക്സ് ചെയ്തു. സോ ഫിസിയോളജി ഇപ്പോൾ നിങ്ങൾ കോളേജിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഫിസിയോളജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ബുക്കാണ്. സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുക നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ ഏത് ഫിസിയോളജി ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഈവൻ അത് കേട്ടിട്ടുണ്ടെങ്കിലും ലൈക്ക് സീനിയേഴ്സ് ഇതാണ് അവർക്ക് സുഖമെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ കോളേജ് ലൈബ്രറിയിൽ പോവുക, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഇതിനൊക്കെ ടെക്സ്റ്റ് ബുക്ക്സ് കോളേജ് ലൈബ്രറിയിൽ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ലൈബ്രറിയിൽ പോവുക, എല്ലാ ടെക്സ്റ്റ് ബുക്സും എടുത്ത് നോക്കുക. എന്നിട്ട് ഏതാണ് നിങ്ങൾക്ക് സുഖം ഫോളോ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കുക. എന്നിട്ട് ആ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. അതായിരിക്കും നല്ലത്. അല്ലാതെ വെറുതെ കുറേ പൈസ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ട് കളയരുത്. കാരണം GK പാലിനും AK ജെയിനും ഒക്കെ നല്ല വിലയുള്ള ടെക്സ്റ്റ് ബുക്സാണ്. ആഫ്റ്റർ ഫിസിയോളജി ഇറ്റ്സ് ബയോകെമിസ്ട്രി. അനാറ്റമിൻ്റെയും ഫിസിയോളജീൻ്റെയും ഇടയ്ക്കുള്ള ഒരു സമാധാനമാണ് ബയോകെമിസ്ട്രി. കാരണം ബയോകെമിസ്ട്രി ഒരു ഒറ്റ ടെക്സ്റ്റ് ബുക്കാണ് മെയിൻലി നമ്മളെല്ലാവരും കോളേജിൽ ഫോളോ ചെയ്യുന്നുണ്ടാവുക, വാസുദേവൻ. ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ മതി. ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എല്ലാം ഉണ്ട്. എക്സാമിനേക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും പഠിക്കുന്നതിലുണ്ട്, അത് മതി. പക്ഷെ ചില സമയത്ത് നമ്മൾ ബയോകെമിസ്ട്രി ഒട്ടും നോക്കാണ്ട് എക്സാമിൻ്റെ തലേന്നൊക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സമയത്ത് മാത്രം പ്രദീപ് യൂസ് ചെയ്യാം. പ്രദീപ് അതിന് നല്ലതാണ്. പക്ഷേ കുറച്ചും കൂടെ നമുക്ക് നല്ല മാർക്ക് കിട്ടണം, സബ്ജക്റ്റ് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വാസുദേവൻ തന്നെയാണ് നല്ലത്. ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആയിരിക്കും എന്തായാലും എല്ലാവരും വാങ്ങാൻ പോകുന്നത്. ദാറ്റ്സ് അബൌട്ട് ബയോകെമിസ്ട്രി. പ്രത്യേകിച്ച് ഒന്നുമില്ല. ബയോകെമിസ്ട്രി ഈസ് മെയിൻലി പ്യുവർ ബൈ ഹാർട്ടിംഗ് ആണ്. എന്ന് വെച്ചാൽ അതിൽ കുറേ മെക്കാനിസംസ് ഉണ്ടാവും, ലൈക്ക് ഗ്ലൈക്കോലൈസിസ്, ഗ്ലൂക്കോനിയോജെനസിസ്, പിന്നെ എന്തൊക്കെയാണ് അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് നമുക്ക് ബയോകെമിസ്ട്രിയിലുള്ളത്. ആഫ്റ്റർ ബയോകെമിസ്ട്രി പിന്നെ ഉള്ളത് ജംബുൽക്കറിൻ്റെ നോട്ട്സ്. ജംബുൽക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ജംബുൽക്കർ എന്ന് പറഞ്ഞിട്ടുള്ള
ഒരു സാറിന് നോട്ട്സ് ഉണ്ട്. സാറിന് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ സാറിന് യൂട്യൂബ് ചാനലിൽ ഉള്ള സെയിം സാധനം സാറിന് നോട്ട്സ് ആയിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ PDF ഒക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. കാരണം അത്രയും നല്ല നോട്ട്സാണ്. ഫുൾ നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും അവരുടെ നോട്ട്സിൽ. അപ്പം അതും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബയോകെമിസ്ട്രി സ്റ്റഡി റിസോഴ്സസ്. ഓൾസോ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ബയോകെമിസ്ട്രി പറ്റുന്നത്രയും നമുക്ക് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്കൊക്കെ പഠിച്ചാലും വലിയ നമുക്ക് ഒരു പ്രഷറൊന്നും അത്ര തരാത്തൊരു സബ്ജക്റ്റാണ് ബയോകെമിസ്ട്രി. സോ അതാണ് അബൌട്ട് സബ്ജക്ട്. സോ ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ ഇസ് അബൌട്ട് ദ സ്ട്രെസ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ വരുമ്പം നമുക്കുണ്ടാവുന്ന സ്ട്രെസ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ, എൻ്റെ ഫസ്റ്റ് ഇയറിൽ എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. ആ സ്ട്രെസ്സാണെന്ന് മനസ്സിലായത് ഞാൻ സെക്കൻഡ് ഇയർ എത്തിയപ്പോഴാണ്. സെക്കൻഡ് ഇയറിൽ കുറച്ചും കൂടെ നല്ല സുഖമായിരുന്നു. അപ്പം ഫസ്റ്റ് ഇയറത്തെ സ്ട്രെസ് എന്ന് വെച്ചാൽ മെയിൻലി നമുക്ക് എക്സാംസിനെ കൊണ്ടായിരിക്കും. കാരണം ശരിക്കും പറഞ്ഞാൽ അധിക ആഴ്ചകളും എക്സാമാണ്. എല്ലാ മൺഡേയ്സും ഞാൻ ബാച്ചിലായിരുന്നു. അപ്പോൾ എല്ലാ മൺഡേയ്സും നമുക്ക് ബയോകെമിസ്ട്രി പ്രാക്ടിക്കൽ ഉണ്ടാവും. ബയോകെമിസ്ട്രി പ്രാക്ടിക്കലിന് മുന്നേ നമുക്കൊരു എക്സാം ഉണ്ടാവും. ഈ പ്രാക്ടിക്കലിന് മുന്നേയുള്ള എക്സാമിന് നമ്മൾ എന്തായാലും പഠിക്കണം. അപ്പോൾ എപ്പോഴും ഈ മൺഡേയ്സ് ഞാൻ അധികവും ലഞ്ച് കഴിക്കാത്തൊരു ദിവസമാണ് എനിക്ക്. കാരണം ലഞ്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ. അപ്പോൾ ലഞ്ചിൻ്റെ 1 hourലായിരിക്കും ഞാൻ ഇരുന്ന് ഈ ബയോകെമിസ്ട്രി എക്സാമിന് വേണ്ടിയിട്ടുള്ള സാധനം പഠിക്കുന്നത്. അതിരുന്ന് എപ്പോഴും അധികം മൺഡേയ്സിനും എനിക്കറിയാം ഞാൻ ഫുഡ് കഴിക്കില്ല, അല്ലെങ്കിൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ 1 hourൽ ഇരുന്നിട്ടായിരിക്കും എൻ്റെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നതും ഞാൻ പഠിക്കുന്നതും. എല്ലാവരും ബയോകെമിസ്ട്രി പ്രാക്ടിക്കലുള്ള എല്ലാവരും അന്ന് ഫുഡൊക്കെ സ്കിപ്പ് ചെയ്ത് നമ്മുടെ ബയോകെമിസ്ട്രി ഡെമോൺസ്ട്രേഷൻ റൂം ഉണ്ടാവും, അവിടെ ഉണ്ടാവും എല്ലാവരും. ആ ഒരു ലഞ്ച് ടൈം അധികം ആൾക്കാരും അതിരുന്ന് പഠിക്കുകയായിരിക്കും. ട്യൂസ്ഡേ ആകുമ്പോൾ ഞങ്ങളുടെ ബാച്ചിന് ഹിസ്റ്റോളജി ആയിരിക്കും. അപ്പോൾ ഹിസ്റ്റോളജിന് എന്തെന്ന് വെച്ചാൽ ഹിസ്റ്റോളജിക്കും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. അതായത് ഹിസ്റ്റോളജി പ്രാക്ടിക്കൽസിന് ഞങ്ങളുടെ ബാച്ചിന് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഞങ്ങളുടെ മാം യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്താണോ അന്ന് എടുക്കാൻ പോകുന്ന ഹിസ്റ്റോളജി പ്രാക്ടിക്കൽ അത് വരയ്ക്കാനും പഠിക്കണം. അതായത് നമ്മളെ ഹിസ്റ്റോളജി ഡയഗ്രാം വരയ്ക്കാനും പഠിക്കണം. അതിൻ്റെ ഫുൾ ഏകദേശം ഫീച്ചേഴ്സൊക്കെ നമുക്ക് അറിയും വേണം. കാരണം നമ്മൾ വന്ന് അപ്പം തന്നെ മാം ആ ബോർഡിൽ നമ്മളെ കൊണ്ട് റാൻഡംലി വിളിച്ച് ബോർഡിൽ അത് വരപ്പിക്കുകയും ചെയ്യും. നമ്മളടുത്ത് ക്വസ്റ്റ്യൻസും ചോദിക്കും. എന്നിട്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതും നമ്മൾ സ്ലൈഡ് പോയി കാണുന്നതും. അപ്പം അന്നൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നെ മനസ്സിലായി, എക്സാമിൻ്റെ ടൈമിലേക്കൊക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായി അങ്ങനെ അന്ന് പഠിച്ചതിനെ കൊണ്ട് നമുക്ക് അങ്ങനെ അന്ന് ചെയ്യിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എക്സാമിലേക്ക് പഠിക്കില്ല. പക്ഷെ അന്ന് അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ട് അത് എക്സാമിൻ്റെ ടൈമൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് സംഭവം ആദ്യമേ അറിയാം, ബിക്കോസ് നമ്മൾ ആദ്യമേ അത് പഠിച്ചതായിരിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു ഹിസ്റ്റോളജി. അപ്പോൾ ട്യൂസ്ഡേ കഴിഞ്ഞാൽ പിന്നെ വെനസ്ഡേ നമുക്ക് ചിലപ്പോൾ പിന്നെ മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും പാർട്ട് കംപ്ലീഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഫിസിയോളജി ഓരോ പാർട്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് പാർട്ട് കംപ്ലീഷൻ ടെസ്റ്റ് വരും. ആൻഡ് എല്ലാ മൺഡേയ്സും നമുക്കൊരു പോസ്റ്റ് സെമിനാർ ടെസ്റ്റ് ഉണ്ടാവും. എല്ലാ മൺഡേയും നമുക്ക് സെമിനാർ ഉണ്ടാവും. ആ സെമിനാർ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഡിസെക്ഷൻ ആണെങ്കിൽ ഇപ്പം നമുക്ക് എന്തൊക്കെയായാലും അനാറ്റമി ഒരു മാസത്തിൽ 2 എക്സാമെങ്കിലും ഉണ്ടാവും. അതിൻ്റെ കൂടെ ചെറിയ ഓരോ ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എപ്പോഴും എക്സാംസ് ആണ്. എനിക്ക് എപ്പോഴും എൻ്റെ ഫസ്റ്റ് ഇയർ ഓർക്കുമ്പം എക്സാംസും സെമിനാർസും പിന്നെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻസും ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഇപ്പം അനാറ്റമി ഒക്കെ സെമിനാർസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഫുൾ ടോപ്പിക്ക് നമുക്ക് തരും. ആ ഫുൾ ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ട് പോകണം. പ്ലസ് നമ്മൾ വരയ്ക്കാനും പഠിക്കണം. എന്നിട്ട് നമുക്ക് അവിടെ പ്രസൻറ്റേഷൻ പോലെ ലൈക്ക് നമ്മൾ ഈ പ്രസൻറ്റേഷൻ പോലെ ചെയ്യുകയല്ല നമ്മൾ ചെയ്യുക. അതായത് നമുക്ക് അങ്ങനെ അല്ല, നമ്മളുടെ മാമിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് സംഭവമാണോ നമുക്ക് കിട്ടിയ ടോപ്പിക് അത് നമ്മൾ എല്ലാ ടോപ്പിക്കും പഠിച്ചു തരണം. നമ്മളുടെ അടുത്ത് റാൻഡംലി നമ്മൾ വിളിക്കും. നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഈ ടോപ്പിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് തരൂല. നമ്മൾ പറഞ്ഞെടുക്കുന്ന എല്ലാ ടോപ്പിക്കും നമ്മൾ പഠിച്ചു പോകണം. എന്നിട്ട് ആ ടോപ്പിക്ക് മാം റാൻഡംലി വിളിച്ച് നമുക്ക് റാൻഡംലി ഒരു ടോപ്പിക്ക് തരും. അപ്പോൾ ആ ടോപ്പിക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. പ്ലസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അത് വരയ്ക്കാൻ പഠിക്കണം. ബോർഡിൽ നമ്മളത് വരച്ച് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയറിൽ. ഇതൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എത്തിയപ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. പക്ഷേ ഇത് പെട്ടെന്ന് നമ്മളൊരു നീറ്റ് ജേണി കഴിഞ്ഞിട്ടുള്ള ഒരു സമാധാനവും ആ ഒരു ഫ്രീഡവും ഒക്കെ എൻജോയ് ചെയ്യുമ്പം അലോങ് വിത്ത് ദാറ്റ് ഇതിൻ്റെ കൂടെ സൈഡിൽ അക്കാഡമിക്സ് ഇങ്ങനെ പോവും. സമയം പോണതേ നമ്മൾ അറിയില്ല. ജസ്റ്റ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാംസും ആവും. അപ്പം നമുക്ക് നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു പീരീഡൊക്കെ തന്നെ ആയിരിക്കും. മാത്രമല്ല നമുക്ക് പഠിക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ വിചാരിക്കും എല്ലാവരും നമ്മളെപ്പോലെ ചിലപ്പം കളിച്ചിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം എക്സാമിനൊക്കെ ഒരാഴ്ച മുന്നേയൊക്കെ നമ്മൾ ചിലപ്പം എക്സാമിന് ഒരാഴ്ചയും കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പം ബാക്കിയുള്ളവരും അങ്ങനെ കളിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ എക്സാം റിസൾട്ട്സ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇവരാരും പഠിക്കുന്നില്ലല്ലോ, പക്ഷേ എല്ലാവരും പഠിക്കുന്നുണ്ട്. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ആരും പഠിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാവരും എന്നെ പോലെ കളിച്ച് നടക്കുകയാണെന്ന് വിചാരിച്ചാൽ നമ്മളാണ് പൊട്ടന്മാരാവുക. കാരണം എല്ലാവരും പഠിക്കും. എല്ലാവരും അവരവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പഠിക്കും. മേ ബി നമ്മൾ കാണുന്നുണ്ടാവില്ല എന്നേ ഉണ്ടാവുള്ളൂ.
ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ വന്നിരുന്നിട്ട് ഉറങ്ങുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ ക്ലാസ് ഒന്നും ശ്രദ്ധിക്കാതെ ഉറങ്ങുകയെന്ന്. പക്ഷെ ആയിരിക്കില്ല, അവർ ചിലപ്പം തലേ ദിവസം രാത്രി മൊത്തം ഇരുന്ന് പഠിച്ചിട്ട് അങ്ങനെയുള്ള ഉറക്കക്ഷീണം കൊണ്ടായിരിക്കും അവർ പിറ്റേ ദിവസം ക്ലാസ്സിലൊന്നും ഉറങ്ങുന്നത്. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ആരും പഠിക്കുന്നില്ല എന്ന്. എല്ലാവരും അവരവരെ രക്ഷിക്കാൻ വേണ്ടി പഠിക്കും. നിങ്ങൾ മറ്റാരും പഠിക്കുന്നില്ല എന്ന് വിചാരിച്ച് കൊണ്ടിരുന്നാൽ നിങ്ങൾക്കാണ് നഷ്ടം. അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇപ്പോൾ നമുക്ക് മനസ്സിലാവുക, ഫസ്റ്റ് ഇൻറ്റേർണൽസ് സെക്കൻഡ് ഇൻറ്റേർണൽസ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവർക്കും മാർക്കുണ്ട്, നമ്മൾ കാണുന്ന പോലെ എല്ലാവരും എന്ന് വിചാരിക്കും. സോ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് കുറേ രസമുള്ള മൊമെൻറ്റ്സും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. എന്നാൽ ചിലപ്പോൾ നല്ലപോലെ ആ ഫ്രണ്ട്ഷിപ്പ് പോവും, ചിലപ്പം ആ ഫ്രണ്ട്ഷിപ്പൊക്കെ ചിലപ്പം മോശമാവും. ചിലപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ആയിരിക്കില്ല, കുറച്ച് കഴിയുമ്പം അവർ മാറ്റങ്ങളുണ്ടാവും. സോ അതൊക്കെ ബട്ട് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ് ജേർണിയാണ്. ഫസ്റ്റ് ഇയറിൽ അങ്ങനെയൊക്കെ ആയിരിക്കും, ആൻഡ് ദാറ്റ്സ് ഓക്കെ. പിന്നെന്ന് വെച്ചാൽ വീട് വിട്ട് നിൽക്കുമ്പം ചിലപ്പം ചില ആൾക്കാർ ഹോം സിക്നസ് ഉണ്ടായിരിക്കും. പിന്നെ ഈ സ്ട്രെസ്സിൻ്റെ കൂടെ അതും കൂടെ ആകുമ്പോൾ ഞാനൊക്കെ എല്ലാ ആഴ്ചയും വീട്ടിൽ വരുമായിരുന്നു. കണ്ണൂരായതുകൊണ്ട് എനിക്ക് അടുത്തായതുകൊണ്ട് ഞാൻ എല്ലാ ആഴ്ചയും വീട്ടിൽ വരും. കാരണം ഈ പഠിക്കാനുള്ള സ്ട്രെസ്സൊക്കെ കൂടി അവിടെ നിന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും എനിക്ക് മടുക്കും, ഞാൻ തിരിച്ച് വീട്ടിൽ വരും. പിന്നെ ഒന്ന് ഇവിടുന്ന് ഒന്ന് സമാധാനമായിട്ട് മൺഡേ പോയി ഫ്രൈഡേ ആവുന്നതേ ഞാൻ അറിയില്ല, കാരണം ഈ ഫുൾ പരിപാടി കഴിഞ്ഞ് ഫ്രൈഡേ ആവും, പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരും. സോ അങ്ങനെയാണ്, എല്ലാവർക്കും സ്ട്രെസ്ഫുള്ളൊക്കെ തന്നെ ആയിരിക്കും. ബട്ട് യു ക്യാൻ മാനേജ് ദാറ്റ്. അതെന്തായാലും മാനേജ് ചെയ്യാനും പറ്റും. So all the very best for your first year and your MBBS journey.